Welcome students, welcome back to BK Zoology classes. So, നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ഗ്യാമറ്റോജെനിസിസ് ആണ്. ഗ്യാമറ്റോജെനിസിസ് ഇറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് ഗ്യാമേറ്റ്. നമ്മൾ ഓൾറെഡി ഗ്യാമറ്റോജെനിസിൻ്റെ ഒരു പാർട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫോർമേഷൻ ഓഫ് ഗ്യാമേറ്റ് ആണ്. നമുക്കറിയാം, നമുക്ക് രണ്ട് തരത്തിലുള്ള ഗ്യാമേറ്റുകളുണ്ട്. മെയിൽ ഗ്യാമേറ്റായ സ്പേം ഉണ്ട്, അതേപോലെ ഫീമെയിൽ ഗ്യാമേറ്റ് ആയിട്ടുള്ള ഓവം ഉണ്ട്. സ്പേമിന്റെ ഫോർമേഷനെ നമ്മൾ പറയുന്ന പേരാണ് സ്പെർമാറ്റോജെനിസിസ് ആൻഡ് ഓവത്തിന്റെ ഫോർമേഷനെ ഊജെനിസിസ് എന്ന് പറയും. സ്പെർമാറ്റോജെനിസിസ് എന്ന പോർഷൻ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഊജെനിസിസ് ആണ്. സോ ഊജെനിസിസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സ്പെർമാറ്റോജെനിസിസ് ആണെങ്കിലും ഊജെനിസിസ് ആണെങ്കിലും ആ ടോപ്പിക്കിലേക്ക് കയറുന്നതിന് മുമ്പ് അതിന് ഇൻട്രൊഡക്ടറി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത് പറഞ്ഞു. നമ്മൾ ആ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതാണ് സെൽ ഡിവിഷൻ. സ്പെർമാറ്റോജെനിസിസിലാണെങ്കിലും ഊജെനിസിസിലാണെങ്കിലും ഏത് ടൈപ്പാണ് സെൽ ഡിവിഷൻ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള സെൽ ഡിവിഷൻ ഉണ്ടാവാം. ഒന്ന് മൈറ്റോസിസ് ആണ്, രണ്ടാമത്തത് മിയോസിസ് ആണ്. മൈറ്റോസിസും മിയോസിസും ബ്രോഡ് പ്രോസസ്സാണ്, ഒരുപാട് സ്റ്റേജുകളുള്ള പ്രോസസ്സാണ്. ആൻഡ് അവിടെ പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് എന്ന ഫേസുകളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് അവിടെ നടക്കുന്ന സെൽ ഡിവിഷൻ എങ്ങനെയാണ് ആൻഡ് അതിൻ്റെ റിസൾട്ട് ചെയ്ത് വരുന്ന സെൽസിലെ ക്രോമസോം നമ്പർ മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. ക്രോമസോം നമ്പറിലുള്ള ചേഞ്ച് അത് മാത്രം നമുക്ക് മനസ്സിലാക്കാം. മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി +1 പഠിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകേണ്ട, ആ സെൽ ഡിവിഷൻ്റെ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ സെൽ ഡിവിഷൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ക്രോമസോം നമ്പറിലെ ചേഞ്ച് മാത്രം ഒബ്സർവ് ചെയ്യാം. യെസ്, അപ്പോൾ മൈറ്റോസിസ് ഉണ്ട്, മിയോസിസ് ഉണ്ട്. മൈറ്റോസിസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മളൊരു സെൽ എടുക്കാം. നമുക്കറിയാം, നമ്മുടെ സെല്ല് 46 ക്രോമസോമാണ്. 46 ക്രോമസോമാണ്. നമുക്കതിനെ ഡിപ്ലോയിഡ് എന്ന് പറയാം, അല്ലെങ്കിൽ 2N എന്ന് പറയാം. 2N ആണ്, ഡിപ്ലോയിഡ് ആണ്. 46 ക്രോമസോമാണ്. ആ 46 ക്രോമസോമുള്ള ഒരു സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ട് രണ്ട് സെൽസ് ഫോം ചെയ്യല്ലോ. ആ ഫോം ചെയ്യുന്ന രണ്ട് സെല്ലിലും 46 ക്രോമസോം തന്നെയാണ്, ഡിപ്ലോയിഡ് തന്നെയാണ്, 2N തന്നെയാണ് എങ്കിൽ അങ്ങനെയുള്ള സെൽ ഡിവിഷനെ പറയുന്ന പേരാണ് മൈറ്റോസിസ്. മൈറ്റോസിസ്, ക്രോമസോം നമ്പറിൽ യാതൊരു ചേഞ്ചും ഇല്ല. ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയും. അതാണ് മൈറ്റോസിസ്. ഇനി എന്താ മിയോസിസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു സിംഗിൾ സെൽ എടുക്കുന്നു. ആ സിംഗിൾ സെല്ലിൽ 46 ക്രോമസോമാണ്. ആ 46 ക്രോമസോമുള്ള ആ സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് സെൽസ് ഫോം ചെയ്യും. ആ ഫോം ചെയ്യുന്ന സെൽസിൽ 46 ക്രോമസോമിന് പകരം 23 ക്രോമസോമാണ്. ക്രോമസോം നമ്പർ കുറഞ്ഞു എങ്കിൽ, റിഡക്ഷൻ ഡിവിഷൻ ആണെങ്കിൽ, N ആയിട്ട് മാറിയെങ്കിൽ, ഹാപ്ലോയിഡ് ആയിട്ട് മാറിയെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് മിയോസിസ് എന്ന് പറയും. മിയോസിസ്. ആൻഡ് അവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മിയോസിസിന് മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. മിയോസിസ് 1ഉം മിയോസിസ് 2ഉം രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ മിയോസിസ് എന്ന് പറയുന്നത്. ആൻഡ് അവിടെ അടുത്ത കാര്യം മനസ്സിലാക്കേണ്ടത്, മിയോസിസ് 1ലാണ് ഈ റിഡക്ഷൻ ഡിവിഷൻ ഉണ്ടാവുക. 46 ക്രോമസോമിൽ നിന്ന് 23 ക്രോമസോമിലേക്ക് മാറുന്ന ക്രോമസോം നമ്പറിൽ ഉണ്ടാകുന്ന ചേഞ്ച് നടക്കുന്നത് മിയോസിസ് 1ലാണ്. എന്നാൽ മിയോസിസ് 2ലോ അവിടെ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. മൈറ്റോസിസ് പോലെ, സിമിലർ ടു മൈറ്റോസിസ് എന്ന് പറയും ആരെ? മിയോസിസ് 2ന്. എന്നാൽ രണ്ടും കൂടെ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് മിയോസിസ് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മൈറ്റോസിസ് ആണെങ്കിൽ ക്രോമസോം നമ്പറിൽ യാതൊരു ചേഞ്ചും ഇല്ല. മിയോസിസ് ആണെങ്കിൽ ക്രോമസോം നമ്പർ ഹാഫ് ആയിട്ട് മാറും എന്ന കാര്യം മനസ്സിലാക്കുക. അത്രയുമാണ് മൈറ്റോസിസും മിയോസിസും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ടോപ്പിക് ഈസ് oogenesis. Oogenesis ആണ്. oogenesis is the formation of ovum. ഓവത്തിന്റെ മെച്ചുറേഷൻ, ഫോർമേഷൻ പറയുന്ന പേരാണ് oogenesis എന്ന് പറയുന്നത്. എവിടെയാണ് oogenesis ഉണ്ടാവുന്നത്? oogenesis occurs in the ovary. ഓവറിക്കകത്താണ് oogenesis ഉണ്ടാവുന്നത്. ഓവറിക്കകത്ത് കാണുന്ന ജേം സെൽസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഓവമായിട്ട് മെച്ചുവർ ചെയ്ത് വരുന്നത്. യെസ്, ആ പ്രോസസ്സിനെയാണ് oogenesis എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് oogenesis സ്റ്റാർട്ട് ചെയ്യുന്നത്? oogenesis starts during the embryonic period. എംബ്രിയോണിക് പീരീഡിലാണ്. ഒരു മദറിന്റെ ബോഡിക്കകത്താകുമ്പോൾ, ഒരു ഫീമെയിൽ ചൈൽഡ് മദറിന്റെ ബോഡിക്കകത്ത് ഉണ്ടാവുന്ന ഡെവലപ്മെന്റ്, മദറിന്റെ ബോഡിക്കകത്തുള്ള ഡെവലപ്മെന്റിനല്ലേ എംബ്രിയോണിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ പീരീഡിലാണ് oogenesis സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, അപ്പൊ നമുക്ക് അങ്ങോട്ട് കിടക്കാം. സോ ഒരു ഫീമെയിൽ ചൈൽഡ് മദറിന്റെ ബോഡിക്കകത്ത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ഫീമെയിൽ ചൈൽഡിന്റെ ഓവറിക്കകത്ത് oogenesis സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. oogenesis സ്റ്റാർട്ട് ചെയ്യും. അവിടെ
പ്രൈമോഡിയൽ ജേം സെൽസ് എന്ന് പറയുന്ന ജേം സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ബൈ മൈറ്റോസിസ് വഴി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മൈറ്റോസിസ് വഴി മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ദേ ഫോംസ് ദ ഊഗോണിയം. ഊഗോണിയൽ സെൽസ് ഫോം ചെയ്യുന്നു. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് ഊഗോണിയൽ സെൽസ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഊഗോണിയൽ സെൽസിന്റെ ഫോർമേഷൻ ഉണ്ടാവുന്നത് ഡ്യൂറിങ് എംബ്രിയോണിക് പീരീഡിലാണ്. ആൻഡ് ആഫ്റ്റർ ബർത്ത് then no more oogonia is formed. ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഊഗോണിയത്തിന്റെ ഫോർമേഷൻ ഉണ്ടാവില്ല. ആൻഡ് അവിടെ ഈ ഊഗോണിയത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ഓവത്തിന്റെ ഫോർമേഷൻ ഉണ്ടാവേണ്ടത്. സോ ഊഗോണിയം എന്ന സ്ട്രക്ചർ നമുക്ക് എസെൻഷ്യൽ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് പീരിയർ ടു ബർത്ത്. ബർത്തിന്റെ മുമ്പേ എംബ്രിയോണിക് പീരീഡിലാണ്, എംബ്രിയോണിക് ഡെവലപ്മെന്റ് പീരീഡിലാണ് ഈ ഊഗോണിയം ഫോം ചെയ്തത്. അപ്പൊ അങ്ങനെ ഊഗോണിയം ഫോം ചെയ്തു. ഇനി ഊഗോണിയത്തിന്റെ അടുത്ത പ്രോസസ്സിൽ ഈ ഊഗോണിയം എൻട്രി ആണ്. ആൻഡ് ഇറ്റ് ഡെവലപ്സ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ് നോൺ ആസ് പ്രൈമറി oocyte. പ്രൈമറി oocyte എന്ന സ്ട്രക്ചറായി ഡെവലപ്പ് ചെയ്തു. പ്രൈമറി oocyte ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി oocyte എൻറ്റേഴ്സ് ടു ദ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനിലേക്ക് അത് കടന്നു കഴിയുമ്പോൾ ഇറ്റ് എൻറ്റേഴ്സ് ടു ദ പ്രൊഫേസ് ഓഫ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ പറഞ്ഞു, മിയോട്ടിക് ഡിവിഷന് പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് ഒക്കെ ഉണ്ട്. ആ പ്രൊഫേസിലേക്ക് എൻ്റർ ചെയ്യുന്നു. പ്രൊഫേസിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് സെൽ ഡിവിഷൻ സസ്പെൻഡ് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു, അറസ്റ്റ് ചെയ്യാൻ, സെൽ ഡിവിഷനെ അറസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ മിയോസിസ് 1ലേക്ക് കയറുന്നു. ആരാ കയറുന്നത്? പ്രൈമറി oocyte. ആ പ്രൈമറി oocyte മിയോസിസ് 1ലേക്ക് കയറി അവിടെ വെച്ച് സെൽ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. ഇപ്പൊ കുട്ടി എവിടെയുള്ളത്? മദറിന്റെ യൂട്രസിനകത്താണ്. അപ്പൊ അത്രയുമാണ് യൂട്രസിനകത്ത് വെച്ചുള്ള എംബ്രിയോണിക് പീരീഡിലെ ഡെവലപ്മെന്റ്, പ്രൈമറി oocyte വരെയുള്ള സ്റ്റേജ്. ദെൻ കുട്ടി ജനിച്ചു, കുട്ടിയുടെ ചൈൽഡ്ഹുഡായി, അഡൽട്ട് ആവുന്നു, പ്യൂബേർട്ടി അറ്റൈൻ ചെയ്യുന്നു. എന്താ പ്യൂബേർട്ടി എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് ദ സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യാണ്. സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഉള്ളത് പ്രൈമറി oocyte ആണ്. ആ പ്രൈമറി oocyteനെ കവർ ചെയ്തുകൊണ്ട് എ സെൽ ലെയർ ഫോം ചെയ്യുന്നു നോൺ ആസ് ഗ്രാനുലോസ ഫോം ചെയ്തു. അപ്പോൾ അതിനെ പറഞ്ഞ പേരാണ് പ്രൈമറി ഫോളിക്കിൾസ് എന്ന് പറയും. നമ്മൾ നേരത്തെ ഫോളിക്കിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓവറിക്കകത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഓവങ്ങൾ ഉണ്ടാവും. ഓരോ ഓവത്തിനെയും സറൗണ്ട് ചെയ്യുന്ന സെൽസിനെ പറഞ്ഞ പേരാണ് ഫോളിക്കിൾസ്. അപ്പോൾ പ്രൈമറി ഫോളിക്കിൾസ് ഫോം ചെയ്തു. ഈ ഗ്രാനുലോസ ലെയറിന്റെ ഒരു ലെയർ ഫോം ചെയ്യുമ്പോൾ പ്രൈമറി ഫോളിക്കിളായി. പിന്നീട് അതിന് മുകളിൽ വീണ്ടും ഗ്രാനുലോസ ലെയർ ഫോം ചെയ്യുന്നു, സെക്കൻഡറി ഫോളിക്കിളായി. വീണ്ടും ഗ്രാനുലോസ ഫോം ചെയ്യുന്നു, ഇറ്റ് ഫോംസ് ദ ടേഴ്സറി ഫോളിക്കിൾ ഫോം ചെയ്തു. അപ്പോൾ നോക്കുക, പിക്ചർ നോക്കുക, പ്രൈമറി ഫോളിക്കിൾ കാണുന്നുണ്ട്, സെക്കൻഡറി ഫോളിക്കിൾ ഉണ്ട്, ടേഴ്സറി ഫോളിക്കിൾ ഉണ്ട്. എങ്ങനെ നമുക്ക് ടേഴ്സറി ഫോളിക്കിളെ മനസ്സിലാക്കാം? ടേഴ്സറി ഫോളിക്കിൾ ആണെങ്കിൽ there is a fluid filled cavity known as antrum. ആൻഡ്രം എന്നൊരു ക്യാവിറ്റി ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, ആൻഡ്രം എന്നൊരു ക്യാവിറ്റി ഉണ്ടെങ്കിൽ അത് ടേഴ്സറി ഫോളിക്കിൾ ആണ്. ആൻഡ് ആ സ്റ്റേജിൽ നമുക്ക് എന്ത് കാണാം? തീക്ക ലെയർ, തീക്ക എക്സ്റ്റേണ, തീക്ക ഇന്റേണ കാണാൻ പറ്റും. അപ്പോൾ ആൻഡ്രം എന്ന ക്യാവിറ്റി ഫോം ഉള്ള ഒരു ടേഴ്സറി ഫോളിക്കിൾ ഉണ്ട്. ആൻഡ് ടേഴ്സറി ഫോളിക്കിളിനകത്തുള്ള സെല്ല് പ്രൈമറി oocyte ആണ്. അപ്പോൾ പ്യൂബേർട്ടി ആണ് ഇപ്പോൾ ഉള്ളത്. പ്രൈമറി oocyte സ്റ്റാർട്ട്സ് ഇറ്റ്സ് ഫർദർ ഡെവലപ്മെന്റ്. ഇറ്റ് എൻറ്റേഴ്സ് ടു ദ, നമ്മൾ നേരത്തെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മിയോട്ടിക് ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. നേരത്തെ പ്രൈമറി oocyte ബർത്തിന്റെ മുൻപ് പ്രൈമറി oocyte ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനിലെ പ്രൊഫേസിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതല്ലേ? ആ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഏതാ ഡിവിഷൻ? ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ആണ്, റിഡക്ഷൻ ഡിവിഷൻ ആണ്. ഇപ്പോൾ ഉള്ള പ്രൈമറി oocyteന്റെ ക്രോമോസോം നമ്പർ 46 ആണ്, ഡിപ്ലോയിഡ് ആണ്. അത് ഡിവൈഡ് ചെയ്തുകൊണ്ട് രണ്ട് സെൽസ് ഫോം ചെയ്യുന്നു. രണ്ട് അൺഈക്വൽ സൈസ്ഡ് ആയ സെല്ലാണ്, ഒരു ലാർജ് സെൽ ആൻഡ് എ സ്മോളർ സെൽ. Their chromosome number is N. രണ്ടിന്റെയും chromosome number N ആണ്. The small cell is known as polar body, polocyte അല്ലെങ്കിൽ polar body എന്ന് പറയും. And the large cell is the secondary oocyte. Primary oocyte എന്ന് secondary oocyte ഫോം ചെയ്തു. ഈ polar body എന്ന സ്ട്രക്ചർ നമുക്ക് ആവശ്യമില്ല. ഇറ്റ് ഡീജനറേറ്റ്, റീപ്രൊഡക്ഷനുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഫോം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഡീജനറേറ്റ് പോകും, നശിച്ചു പോകും. ആൻഡ് ഈ സെക്കൻഡറി oocyteന് ലാർജ് സൈറ്റോപ്ലാസം ആണ്. കാരണം പ്രൈമറി oocyteന്റെ സൈറ്റോപ്ലാസത്തിന്റെ ലാർജ് പാർട്ടും മേജർ പാർട്ടും സെക്കൻഡറി oocyteലേക്കാണ് പോകുന്നത്. കാരണം ആ സെക്കൻഡറി oocyte ആണ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഓവമാവുകയും ഫർദർ ഡെവലപ്മെന്റ് ഉണ്ടാവുകയും ചെയ്തത്. സോ സൈറ്റോപ്ലാസം നമുക്ക് ആവശ്യമുണ്ട്. സോ ലാർജ് സെല്ലാണ് സെക്കൻഡറി oocyte, സ്മോൾ സെല്ലാണ് പോളാർ ബോഡി അല്ലെങ്കിൽ പോളോസൈറ്റ് എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ സെക്കൻഡറി oocyte ഫോം ചെയ്തു. സെക്കൻഡറി oocyteനെ കവർ ചെയ്തുകൊണ്ടുള്ള സെല്ല് ടേഴ്സറി ഫോളിക്കിൾ തന്നെയാണ് ഇപ്പോഴും കവർ ചെയ്തിട്ടുള്ളത്. ദെൻ ടേഴ്സറി ഫോളിക്കിൾ ഓൾസോ ഡെവലപ്സ് ടു നെക്സ്റ്റ് സ്റ്റേജ് നോൺ ആസ്
മെച്യൂർഡ് ഫോളിക്കിൾ, ഗ്രാഫിയൻ ഫോളിക്കിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു oocyte-നെ കവർ ചെയ്തുകൊണ്ടുള്ള ഫോളിക്കിളിനെ പറഞ്ഞ പേരാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ. അപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിളിന് അകത്ത് ഇപ്പോഴുള്ള സെല്ല് സെക്കൻഡറി oocyte ആണ്. The secondary oocyte develops another layer known as zona pellucida. Zona pellucida എന്ന ഒരു നെക്സ്റ്റ് ലെയർ ഫോം ചെയ്തു. ആൻഡ് ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള ഫോളിക്കിൾ ആണ് ഗ്രാഫിയൻ ഫോളിക്കിൾ ആണ്. ദെൻ ദ നെക്സ്റ്റ് പ്രോസസ് ഈസ് ഓവുലേഷൻ. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ദ റിലീസ് ഓഫ് ഓവം എന്ന് പറയും. പക്ഷെ ഇവിടെ ഓവം ഉണ്ടായിട്ടുണ്ടോ? ഓവം ഉണ്ടായിട്ടില്ല. എന്താ ഉണ്ടായിട്ടുള്ളത്? സെക്കൻഡറി oocyte ആണ്. സോ സെക്കൻഡറി oocyte-ന്റെ റിലീസിനെ പറഞ്ഞ പേരാണ് ഓവുലേഷൻ. നമ്മൾ ഡെഫിനേഷൻ പറയുമ്പോൾ ഓവുലേഷൻ ഈസ് ദ റിലീസ് ഓഫ് ovulation is the release of ovum എന്നാ പറയാം. പക്ഷെ ആക്ച്വലി ഇറ്റ് ഈസ് ദ റിലീസ് ഓഫ് സെക്കൻഡറി oocyte. അപ്പോൾ എവിടെയാ സെക്കൻഡറി oocyte ഉള്ളത്? സെക്കൻഡറി oocyte ഈസ് ഇൻസൈഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഈ ഗ്രാഫിയൻ ഫോളിക്കിളിനകത്തല്ലേ സെക്കൻഡറി oocyte ഉള്ളത്? സോ ദ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചേഴ്സ് ടു റിലീസ് ദ ഓവം. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചേഴ്സ് ടു റിലീസ് ദ ഓവം. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തുകൊണ്ട് ഓവത്തിനെ റിലീസ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഹോർമോൺ LH, ലൂട്ടിനൈസിങ് ഹോർമോൺ. ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ ഒരു ഹയർ ഡോസ് ഉണ്ടാവുന്ന സമയത്താണ് ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തുകൊണ്ട് ഓവത്തിനെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെക്കൻഡറി oocyte-നെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡറി oocyte-നെ റിലീസ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടല്ലോ, ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് നിൽക്കില്ലേ? ആ റപ്ചർ ചെയ്ത് നിൽക്കുന്ന ഗ്രാഫിയൻ ഫോളിക്കിൾ ഇറ്റ് ഡെവലപ്സ് ടു ദ കോർപ്പസ് ലൂട്ടിയം. എന്താണ്ടാവുക? കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്തു. എന്താ ഈ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ പ്രത്യേകത? ഇറ്റ് സെക്രീറ്റ്സ് ദ ഹോർമോൺ പ്രൊജസ്റ്റിറോൺ. എന്താ ഉണ്ടാക്കുക? പ്രൊജസ്റ്റിറോൺ എന്ന ഹോർമോൺ ഉണ്ടാക്കും. പ്രൊജസ്റ്റിറോൺ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് പ്രഗ്നൻസി. യൂട്രസിന്റെ ഇന്നർമോസ്റ്റ് ലെയർ ആണ് എൻഡോമെട്രിയം. ആ എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രഗ്നൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ. ആ പ്രൊജസ്ട്രോൺ ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയമാണ്. കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവുന്നത് എങ്ങനെയാ? ആ റപ്ചർ ചെയ്ത ഗ്രാഫിയൻ ഫോളിക്കിൾ ഫോംസ് ദ സ്ട്രക്ചർ നോൺ ആസ് കോർപ്പസ് ലൂട്ടിയം. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്തു. അതിനകത്തുനിന്ന് പ്രൊജസ്ട്രോൺ ഹോർമോൺ സെക്രീറ്റ് ചെയ്യാം. യെസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടുന്ന് റപ്ചർ ചെയ്തുകൊണ്ട് റിലീസ് ചെയ്തു. ആരെ റിലീസ് ചെയ്തത്? സെക്കൻഡറി oocyte-നെയാണ്. സെക്കൻഡറി oocyte-നെ ഓവറിയിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ഓവറിയിൽ നിന്ന് സെക്കൻഡറി oocyte-നെ പുറത്തേക്ക് റിലീസ് ചെയ്യുമ്പോൾ ആ ഓവറിന് പുറത്ത് എന്താ ഉള്ളത്? ഫെലോപ്പിയൻ ട്യൂബ് ഉണ്ട്. ഫെലോപ്പിയൻ ട്യൂബിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഏതാ? ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഇൻഫണ്ടിബുലം. ഇൻഫണ്ടിബുലത്തിന് മുൻപിൽ ദർ ഈസ് ഫിംബ്രിയെ. ആ ഫിംബ്രിയെ ആ സെക്കൻഡറി oocyte-നെ കളക്ട് ചെയ്യുന്നു. ആ ഫിംബ്രിയയിൽ നിന്ന് ഇൻഫണ്ടിബുലം വഴി ആംബുലയിലേക്ക് കയറുന്നു. ആൻഡ് ഇഫ് ദർ ഈസ് ഇൻസെമിനേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്താ ഇൻസെമിനേഷൻ? ഇൻസേർഷൻ ഓഫ് ദ സെമൻ. സ്പേം ഉൾപ്പെടെയുള്ള സെമനെ ഫീമെയിൽ വെജൈനക്കകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിടെ മേറ്റിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്പേം വെജൈന യൂട്രസ് വഴി മൂവ് ചെയ്തുകൊണ്ട് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് എൻ്റർ ചെയ്യുമല്ലോ. സോ ഫെലോപ്പിയൻ ട്യൂബിനകത്ത് എന്തൊക്കെ ഉണ്ട്? ഇപ്പോൾ സ്പേം വന്നു, ഓവം വന്നു. സോ ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ് ഉണ്ടാവും. ഫെർട്ടിലൈസേഷൻ, ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ് ഉണ്ടായി. ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡറി oocyte-നകത്തേക്ക് സ്പേം എൻ്റർ ചെയ്യുകയാണെങ്കിൽ then there occurs the second meiotic division of secondary oocyte to form ovum and polar body. അപ്പോൾ സെക്കൻഡറി oocyte ആണ്. സെക്കൻഡറി oocyte-ന്റെ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ആണ്. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനിലൂടെ രണ്ട് സെല്ല് ഫോം ചെയ്യുന്നു. ഒന്ന് ലാർജ് സെല്ലാണ്, ദാറ്റ് ഈസ് നോൺ ആസ് ovum, ആൻഡ് രണ്ടാമത്തത് സ്മോളർ സെല്ലാണ്, പോളാർ ബോഡി. നമ്മൾ നേരത്തെ പറഞ്ഞു പോളാർ ബോഡിക്ക് റീപ്രൊഡക്ഷനുമായി യാതൊരു ബന്ധവുമില്ല. സോ ദ പോളാർ ബോഡി ഡിജനറേറ്റ്സ് ആൻഡ് ഓവം ഈസ് ഫോംഡ് ആൻഡ് ഓവത്തിന്റെ ഫർദർ ഡെവലപ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഓർമ്മിക്കുക, എപ്പോഴാണ് ഓവം ഫോം ചെയ്യുന്നത്? ഇഫ് ദർ ഈസ് ഫെർട്ടിലൈസേഷൻ. സ്പേമും ഓവവും തമ്മിലുള്ള ഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഓവം ഫോം ചെയ്യുന്നത്. ഇല്ലെങ്കിൽ സെക്കൻഡറി oocyte ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കറിയാം ഒരു ഫീമെയിൽ ബോഡിയിൽ നിന്ന് മന്ത്ലി ഓരോ മാസവും ഓവുലേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും ഓവത്തിനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഓവത്തിനെ അല്ല റിലീസ് ചെയ്യുന്നത്, സെക്കൻഡറി oocyte-നെയാണ്. സെക്കൻഡറി oocyte-ൽ നിന്ന് ഓവം ഫോം ചെയ്യുന്നത് എപ്പോഴാണ്? ഓൺലി ഇഫ് ദർ ഈസ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഓവത്തിന്റെ ഫോർമേഷൻ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ സെക്കൻഡറി oocyte മാത്രമാണ് ഫോം ചെയ്യുന്നത്. യെസ്. അപ്പോൾ അത്രയുമാണ് oogenesis എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് സ്പീഡിൽ പറയാം. oogenesis സ്റ്റാർട്ട് ചെയ്യുന്നത് ഡ്യൂറിങ് എംബ്രിയോണിക് പീരീഡിലാണ്. എംബ്രിയോണിക് പീരീഡിൽ മദറിൻ്റെ യൂട്രസിനകത്താവുന്ന സമയത്ത് അവിടെ ജേം സെൽസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ദർ ഫോംസ് ദ ഊഗോണിയ. ഊഗോണിയത്തിൻ്റെ ക്രോമസോം നമ്പർ 2n ആണ്. ആ ഊഗോണിയത്തിൽ നിന്ന് ഇറ്റ് ഫർദർ ഡെവലപ്സ് ടു ഫോം പ്രൈമറി oocyte. പ്രൈമറി oocyte ആയി. പ്രൈമറി oocyte-ന്റെ ക്രോമസോം നമ്പറും 2n ആണ്. പ്രൈമറി oocyte ഫോം ചെയ്തു. then the primary oocyte enters to the
ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ്റെ പ്രൊഫേസിലേക്ക് എൻ്റർ ചെയ്യുന്നു, അവിടെ വെച്ച് സെൽ ഡിവിഷൻ അറസ്റ്റ് ചെയ്യുന്നു. യെസ്, അത്രയുമാണ് എംബ്രിയോണിക് പീരീഡിൽ ഉണ്ടാവുക. ദെൻ അത് ജനിച്ചു, പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് പ്രൈമറി oocyteന്റെ മുകളിൽ കൂടെ ഗ്രാനുലോസ ലെയർ ഫോം ചെയ്യുന്നു. പ്രൈമറി ഫോളിക്കിൾ ഉണ്ടായി, ആൻഡ് അഗെയിൻ അടുത്ത ഗ്രാനുലോസ ഫോം ചെയ്യുന്നു. സെക്കൻഡറി ഫോളിക്കിളായി, അടുത്ത ഗ്രാനുലോസ ഫോം ചെയ്യുന്നു. ടെർഷ്യറി ഫോളിക്കിളായി. ആ ടെർഷ്യറി ഫോളിക്കിളാണ് ആൻഡ്രം ദ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ഉള്ളത്. അങ്ങനെ ടെർഷ്യറി ഫോളിക്കിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ then it continues its first meiotic division. അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യാണ്. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനിലൂടെ റിഡക്ഷൻ ഡിവിഷനിലൂടെ രണ്ട് സെല്ല് ഫോം ചെയ്യുന്നു, എ ലാർജ് സെൽ ആൻഡ് എ സ്മോളർ സെൽ. ദ ലാർജ് സെൽ ഇസ് നോൺ ആസ് secondary oocyte and the smaller cell is the polar body. The polar body degenerates and the secondary oocyte ഫോം ചെയ്തല്ലോ. സെക്കൻഡറി oocyte കവർ ചെയ്തുകൊണ്ട് ഇപ്പോഴുള്ള സെല്ലാണ്, ഫോളിക്കിളാണ് tertiary follicle. ആ tertiary follicle its further development to form the matured follicle known as Graafian follicle. And Graafian follicle form ചെയ്യുമ്പോഴേക്ക് ഈ സെക്കൻഡറി oocyte അതിന് ചുറ്റും ഒരു കവറിംഗ് ഫോം ചെയ്യും, ദാറ്റ് ഈസ് നോൺ ആസ് സോണ പെലൂസിഡ എന്ന ലെയർ ഫോം ചെയ്തു. അപ്പോൾ ഇപ്പോൾ സെക്കൻഡറി oocyte ആണ്. സെക്കൻഡറി oocyteന്റെ മുകളിൽ കൂടെ കവർ ചെയ്ത ഗ്രാഫിൻ ഫോളിക്കിൾ ഉണ്ട്. ദ നെക്സ്റ്റ് പ്രോസസ് ഇസ് ദ ഓവുലേഷൻ സമയത്ത് ദ ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചേഴ്സ് ടു റിലീസ് ദ secondary oocyte release ചെയ്തു, and the ruptured Graafian follicle forms a structure known as corpus luteum to secrete the hormone പ്രൊജസ്റ്ററോൺ ഹോർമോൺ സെക്രീറ്റ് ചെയ്തു. അപ്പോൾ സെക്കൻഡറി oocyte റിലീസ് ചെയ്തു. ആ സെക്കൻഡറി oocyte ഫെലോപ്പിയൻ ട്യൂബിന്റെ ഫിംബ്രിയ എടുത്തു. ഫിംബ്രിയയിൽ കൂടെ ആംബുല എത്തുന്ന സമയത്ത് അവിടേക്ക് സ്പേം എത്തിയിട്ടുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുന്നു. ഫെർട്ടിലൈസേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ഓഫ് സെക്കൻഡറി oocyte ടു ഫോം ഓവം ആൻഡ് ദ സെക്കൻഡ് പോളാർ ബോഡി. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ഉണ്ടായിട്ടില്ലെങ്കിലോ അവിടെ വെച്ച് അത് നശിച്ചു പോകുന്നു. അപ്പോൾ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവണം. ഫെർട്ടിലൈസേഷൻ ഉണ്ടായാൽ മാത്രമേ ഓവം ഫോം ചെയ്യുള്ളൂ, ഇല്ലേ സെക്കൻഡറി oocyte വെച്ച് ഈ പ്രോസസ് സ്റ്റോപ്പ് ചെയ്യണം. യെസ്, അപ്പോൾ അത്രയുമാണ് oogenesis എന്ന് പറയുന്നത്. സോ എംബ്രിയോണിക് പീരീഡിൽ oogoണിയം ഉണ്ടാവുകയും പ്രൈമറി oocyte ഉണ്ടാവുകയും ചെയ്തു. പ്രൈമറി oocyteന്റെ നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് ഡ്യൂറിങ് പ്യൂബർട്ടി ആണ്. പ്യൂബർട്ടി സമയത്ത് പ്രൈമറി ഫോളിക്കിൾ ഫോം ചെയ്തു, സെക്കൻഡറി ഫോളിക്കിൾ ഫോം ചെയ്തു, ടെർഷ്യറി ഫോളിക്കിൾ ഫോം ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കണ്ടിന്യൂ ചെയ്ത് സെക്കൻഡറി oocyteും പോളാർ ബോഡിയും ഫോം ചെയ്തു. സെക്കൻഡറി oocyte പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു ഓവുലേഷൻ വഴി. ബാക്കിയുള്ള പ്രോസസ്സ് ഉണ്ടാവണമെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവണം. ഫെർട്ടിലൈസേഷൻ ഇല്ലെങ്കിൽ അവിടെ വെച്ച് oogenesis സ്റ്റോപ്പ് ചെയ്തു. ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുകയാണെങ്കിലോ ഈ സെക്കൻഡറി oocyte സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ഉണ്ടാവും. അതിലൂടെ സെക്കൻഡ് പോളാർ ബോഡിയും അതേപോലെ ഓവം ഫോം ചെയ്തു. യെസ്, അപ്പോൾ അത്രയുമാണ് oogenesis എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്പെർമാറ്റോജെനസിസിനെയും oogenesisനെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സ്പെർമാറ്റോജെനസിസിനെയും oogenesisനെയും കമ്പയർ ചെയ്യുമ്പോൾ അവിടെയുള്ള അത് ഡിഫറൻസുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആ ഡിഫറൻസ് നോക്കുക. ഒന്ന്, സ്പെർമാറ്റോജെനസിസ് ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ ടെസ്റ്റിസിലാണ്. oogenesis ഉണ്ടാവുന്നതോ ഓവറിക്കകത്താണ്. സ്പെർമാറ്റോജെനസിസ് ടെസ്റ്റിസിലാണ്, oogenesis ഓവറിയിലാണ്. സ്പെർമാറ്റോജെനസിസിൽ വളരെ ചെറിയ ഗ്രോത്ത് ഫേസ് ആണ്. ഗ്രോത്ത് ഫേസ് നമ്മൾ പറയാറുള്ളത് ഈ സ്പെർമാറ്റോഗോണിയം പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആവുന്ന ഫേസിനെയാണ് ഗ്രോത്ത് ഫേസ് എന്ന് പറയാം. അങ്ങനെ ഒരു പേര് കൂടെ ഉണ്ട്. അതേപോലെ oogenesisൽ ഇലാബറേറ്റഡ് ഗ്രോത്ത് ഫേസ് ആണ്. അവിടെയും അങ്ങനെ തന്നെയാണ്. oogoniyത്തിൽ നിന്ന് പ്രൈമറി oocyte ഉണ്ടാവുക, ആ ഒരു ഫേസിനെയാണ് ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ വലുതല്ലേ ഈ പ്രൈമറി oocyte കുറേ സമയത്ത് ഉണ്ടാവുന്നതല്ലേ, കാരണം എംബ്രിയോണിക് പീരീഡിൽ ഉണ്ടായിട്ട് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നവരെയല്ലേ. അപ്പോൾ ഇലാബറേറ്റഡ് ഗ്രോത്ത് ഫേസ് ആണ്. ഇനി നെക്സ്റ്റ്, സ്പെർമാറ്റോജെനസിസിനകത്ത് ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നും 4 സ്പേമാണ് ഉണ്ടാവുന്നത്. എന്നാൽ oogenesisലോ ഒരു പ്രൈമറി oocyteൽ നിന്നും ഒരു ഓവം അല്ലെങ്കിൽ ഒരു സെക്കൻഡറി oocyte ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ സ്പെർമാറ്റോജെനസിസിൽ 4 സ്പേംസ് ഉണ്ടാവുന്നുണ്ട് ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന്. എന്നാൽ oogenesisനകത്ത് ഒരു oocyteൽ നിന്ന് ഒറ്റ ഓവമാണ് ഉണ്ടാവുന്നത്. ഇനി സ്പെർമാറ്റോജെനസിസിൽ പോളാർ ബോഡി ഫോർമേഷൻ ഇല്ലല്ലോ. അതേപോലെ oogenesisനകത്തോ പോളാർ ബോഡി ഫോർമേഷൻ ഉണ്ട്. ദെൻ നെക്സ്റ്റ്, സ്പെർമാറ്റോജെനസിസ് ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? ലൈഫ് ലോങ് പ്രോസസ്സാണ് സ്പെർമാറ്റോജെനസിസ്. എന്നാൽ oogenesis ആണെങ്കിലോ oogenesis ബിഗിൻസ് ഡ്യൂറിങ് എംബ്രിയോണിക് പീരീഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഡ്യൂറിങ് അപ്രോക്സിമേറ്റ്ലി ഒരു 50 ഒക്കെ ആവുന്ന സമയത്ത്, ഏജ് 50 ഒക്കെ ആവുന്ന സമയത്ത് മെനോപോസ് ഉണ്ടാകും, ഒരു 50 ആകുമ്പോൾ. യെസ്, അപ്പോൾ അത്രയുമാണ് സ്പെർമാറ്റോജെനസിസും oogenesisum തമ്മിലുള്ള മേജർ ഡിഫറൻസസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെൻസ്ട്രുവൽ സൈക്കിളാണ്. ദാറ്റ് ഈസ് ദ ഫീമെയിലിൻ്റെ ബോഡിക്കകത്ത് ഉണ്ടാവുന്ന സെക്ഷുവൽ സൈക്കിളാണ്. അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.